5000 പ്രണയം ഉണ്ട് പറഞ്ഞിട്ടും ക്ഷമിക്കാന്ന് പറയുന്നത് അതൊരു വലിയ മനസ്സായിരിക്കും ചിലപ്പോ. അതെനിക്കറിയില്ല, അത്രയും വലിയ മനസ്സ് എന്തായാലും എനിക്കില്ല. അയ്യോ, പിണറായി വിജയൻ ഞാൻ അവരെയൊന്നും ശ്രദ്ധിക്കാറില്ല. പിണറായി വിജയനെ ശ്രദ്ധിക്കാറില്ല, രാഹുൽ ഗാന്ധിനെയും ശ്രദ്ധിക്കാറില്ല. അത് കുറെ പെൻഡിങ് ഉണ്ടല്ലോ, 10-36 മാസം പെൻഡിങ് ഉണ്ടല്ലോ. വെറുതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബിജെപി പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ ബിജെപി ആണ് നല്ലത്. കാരണം അവരാണല്ലോ ഇപ്പൊ എന്തെങ്കിലും ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ. ഈ ഫ്രീ കൊടുത്ത് എന്നും ആൾക്കാരെ കൈനീട്ടി ജീവിപ്പിക്കുന്നതിലും നല്ലതല്ലേ ആൾക്കാർക്ക് ഓപ്ഷൻസ് കൊടുത്ത് ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുന്നത്. മറ്റുള്ളവരെപ്പോഴും ഓപ്ഷൻസും കിറ്റും കൊടുത്ത് ആൾക്കാരെ എന്നും കൈ നീട്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവരാണ്. ഇവരാകുമ്പോൾ കുറച്ച് ജോലിയെടുത്ത് ജീവിക്കുന്നവർക്ക് ജീവിക്കാം, അല്ലാത്തവർക്ക് കുറ്റം പറഞ്ഞങ്ങനെ നടക്കാം. ഞാൻ ചോദിക്കണല്ലേ, ഇപ്പൊ ബിജെപി വാർത്ത നിലയിൽ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട്? അയ്യോ, പിണറായി വിജയൻ ഞാൻ അവരെയൊന്നും ശ്രദ്ധിക്കാറില്ല. പിണറായി വിജയനെ ശ്രദ്ധിക്കാറില്ല, രാഹുൽ ഗാന്ധിനെയും ശ്രദ്ധിക്കാറില്ല. ഒരു ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് രാഷ്ട്രീയം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ ഇത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? ബിജെപി ആയതുകൊണ്ടാണോ ശ്രദ്ധിക്കാത്തത്? അല്ല, മീൻസ് എന്തിനാ നമ്മൾ എപ്പോഴും ഇങ്ങനെ താഴോട്ട് നോക്കണത്? മുകളിലോട്ട് പോകുന്നവരെ നോക്കുന്നതല്ലേ നല്ലത്. ഇവരെപ്പോഴും താഴേക്ക് ജനങ്ങളെ ഇങ്ങനെ കിറ്റും മേടിച്ച് എരന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ളവരാണെങ്കിൽ ബിജെപി അങ്ങനെയല്ല, കുറെ ഓപ്ഷൻസ് കൊടുക്കും. അറിയാവുന്നവർക്കും കഴിവുള്ളവർക്കും വേണമെങ്കിൽ ആ ഓപ്ഷൻസ് നോക്കി അങ്ങ് കയറി അങ്ങ് പോവാം. പിണറായി വിജയൻ പെൻഷൻ കൊടുക്കുന്നു 2000 രൂപ, കുറെ കാര്യങ്ങൾ. അത് കുറെ പെൻഡിങ് ഉണ്ടല്ലോ, 10-36 മാസം പെൻഡിങ് ഉണ്ടല്ലോ. വെറുതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ 5-6 മാസത്തെ കുടിശ്ശിക തീർക്കും. അപ്പോഴും 10-14 മാസം പെൻഡിങ് ഇട്ടിട്ടല്ലേ തീർക്കുന്നത്, അല്ലാണ്ട് ഡെയിലി കൊടുത്തു പോകുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ അങ്ങനെ അവരെ ശ്രദ്ധിക്കാറില്ല. മീൻസ് BJP ആണ് ഞാനങ്ങനെ BJP ഒന്നുമില്ല, എൻ്റെ ഫാമിലി കോൺഗ്രസ് ആണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബോധം വരുമല്ലോ. അങ്ങനെ ഒരു ബോധം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ എന്താണെന്ന്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവരാണ് ബെറ്റർ എന്ന്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താ പറയുള്ളത്? പേഴ്സണലി പുള്ളി എന്നെ പറ്റി എനിക്ക് അഭിപ്രായമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ആണെങ്കിലും പുള്ളി മര്യാദക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ആൾക്കാർക്കൊക്കെ സാലറി കറക്റ്റിന് കിട്ടാൻ തുടങ്ങിയത് പുള്ളി വന്നേ പിന്നെയാണ്. അപ്പൊ അങ്ങനെ മന്ത്രി എന്ന നിലയ്ക്ക് നല്ലായിരിക്കും. ഒരു മന്ത്രി വേണ്ട ഒരാൾക്ക് കുറച്ച് മാന്യത വേണമെന്നില്ലേ? അദ്ദേഹത്തിന്റെ വാർത്തകൾ വളരെ മോശമായി. അത് ശരിയാണ്. കാരണം സോഷ്യൽ ലൈഫ് ജീവിക്കുന്നവര് കുറച്ച് ക്രെഡിബിലിറ്റി പാലിക്കേണ്ടതാണ്. അതില്ലാത്തതിന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ ഓരോരുത്തരുടെ ഒരു എത്തിക്സ് അല്ലേ. അല്ലാണ്ട് ഇപ്പൊ അങ്ങനെ വേണോന്നോ വേണ്ടെന്നോ തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അല്ല, ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ മന്ത്രിയാക്കാൻ യോഗ്യത ഉണ്ടായിരുന്നു? അല്ല, ഞാനാണെങ്കിൽ ചിലപ്പോ വോട്ട് ചെയ്യില്ല. ഇതും കൂടിയൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇപ്പൊ ഇങ്ങനത്തെ ഗണേഷ് കുമാറിന്റെ വാർത്ത കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് LDFന് നെഗറ്റീവായിട്ട് ബാധിക്കാൻ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കേരളത്തിലുള്ളവർക്ക് അത്ര ബോധം ഉണ്ടെന്ന് അത്രയ്ക്കും അങ്ങ് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിങ്ങനെ LDFനും UDFനും മാറി കുത്തിക്കൊണ്ട് ഇരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഈ വാർത്തകൾ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഗണേഷ് കുമാറിന്റെ വാർത്തകൾ LDFന് സീറ്റ് കുറയാനോ തോന്നുന്നില്ല. കാരണം പുള്ളി പറഞ്ഞ പോലെ പുള്ളി തന്നെ ചിലപ്പോ ഈ ഇലക്ഷനും ജയിക്കും. കാരണം ആളുകൾ ചിലപ്പോ പുള്ളിയുടെ രാഷ്ട്രീയ പേഴ്സണൽ കാര്യം നോക്കില്ലായിരിക്കും, പുള്ളി കേറിയിട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ നോക്കുള്ളായിരിക്കും. വേറെ കൂട്ടത്തിലെ മാന്യൻ ആരാണെന്ന് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കുട്ടാണോ അതോ ഗണേഷ് കുമാറാണോ? അയ്യോ, എനിക്ക് രണ്ടുപേരെ എനിക്ക് ഇത്തരക്കാരെ പറ്റി പേഴ്സണലി അഭിപ്രായം ഇല്ല. കുറച്ച് ആരാണെങ്കിലും എന്താണെങ്കിലും, ഇനി മന്ത്രി അല്ലെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഇത്തിരി എത്തിക്സോടെ ജീവിക്കണം എന്നുള്ളതാണ് ഇത്. കാരണം വേറെ ഏത് കാര്യം ഉണ്ടെങ്കിലും മായ്ച്ചാ പോകും. ഇത്തരം ചീത്ത പേരുകൾ ഒരിക്കൽ കിട്ടിയാൽ പിന്നെ ഒരിക്കലും പോവത്തുമില്ല. അപ്പൊ അതുകൊണ്ട് മന്ത്രിയല്ല, രാഷ്ട്രീയമല്ല, സിനിമയല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ച് മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു പൊതുവെ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ ഗണേഷ് കുമാർ നിലവിൽ ഒരു ഭാര്യ ഉള്ളപ്പോ തന്നെ മാധ്യമങ്ങളോട് 2 ദിവസം മുന്നേ പറഞ്ഞത്, ഇന്നലത്തെ അതിൽ പറഞ്ഞ 5000 പ്രണയങ്ങളുണ്ട്, പ്രണയം ഒരു കുറ്റമല്ല. പുള്ളിയുടെ കാര്യമല്ലേ, അത് നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ഓരോരുത്തരുടെ എത്തിക്സും കാര്യങ്ങളും ആണ്. അത് ഇത്രയും വയസ്സായവരൊക്കെ നമുക്ക് തല്ലി പഠിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ അവര് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അല്ല, ഒരു ഇങ്ങനത്തെ ഭാര്യ ഇത് കേട്ടിരിക്കേണ്ട അവസ്ഥ സഹിക്കണോ? അവര് തന്നെ അത് മാറ്റിയും പറഞ്ഞല്ലോ. ഇപ്പൊ കുഴപ്പമില്ല, ക്ഷമിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ 5000 പ്രണയം ഉണ്ട് പറഞ്ഞിട്ടും ക്ഷമിക്കാന്ന് പറയുന്നത് അതൊരു വലിയ മനസ്സായിരിക്കും ചിലപ്പോ. അതെനിക്കറിയില്ല, അത്രയും വലിയ മനസ്സ് എന്തായാലും എനിക്കില്ല. എന്റെ പേര് ഷെറിൻ.